അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, കുറച്ചായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നിങ്ങളെ കണ്ടിയില്ലെങ്കിൽ ആരാണ് എപ്പോഴാണ് അടിച്ചു പോവുക എന്ന് പറയാൻ പറ്റൂലല്ലോ കൊറോണയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണുന്നതും ബന്ധം പുതുക്കുന്നതൊക്കെ നല്ല അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കൂടി വന്ന്. മദ്രസ ഉണ്ട്, അതേപോലെ കൂടിക്ക് പോവേണ്ടിയും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ റമളാനിൻ്റെ അവസാനത്തെ 10ലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും സജീവമായിട്ടുള്ള സമയങ്ങളാണിത്. അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് റസൂലുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുത്തൊരുങ്ങും ശബ്ദമിഇസറഹു, അദ്ദേഹത്തിൻ്റെ അരയുടുപ്പും മുറുക്കിയുടുപ്പും എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ശബ്ദമിഇസറഹു, അരയുടുപ്പ് മുറുക്കിയുടുപ്പും. നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ മടുക്കുത്തു കുട്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങി എന്ന് പറയല്ലേ, അതേപോലെ ഒരു സ്റ്റൈലാണ് അരയുടുപ്പും മുറുക്കിയുടുപ്പും. അവസാനത്തെ 10 നബി മരിക്കുന്ന അവസാനത്തെ വർഷത്തിൽ 20 ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈത്തികാഫ് ഇരുന്നത്. അല്ലാത്ത എല്ലാ വർഷവും 10 ദിവസമാണ് ഈത്തികാഫ് ഇരുന്നത്. ഞാനതിന് റസൂലിനോട് തിരിച്ചു പറയല്, റസൂലിന് എന്താ ഇരിക്കുന്നതെന്ന്? റസൂലിന് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാനിവിടെ മല മറിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് തീരെ സമയമല്ല, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ നേരമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കും ബിസിയും പണിയുള്ള ആള് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരേ ഉള്ളൂ, അത് അഷ്റഫുൽ ഖൽഖ് റസൂലുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അദ്ദേഹം സ്വന്തം കുടുംബത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു കുടുംബമില്ലല്ലോ. കാരണം ഒന്നിച്ച് 9 ഭാര്യമാരുണ്ട്. അതിഥിങ്ങളെ കാര്യം നോക്കുമ്പോഴേക്കന്നെ ഒരാൾ തളരുന്ന ഉറപ്പല്ലേ. നമ്മൾ ഒന്നിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കന്നെ നമുക്ക് വിഷമാണ്. എന്നാൽ 9 പെണ്ണുങ്ങളെ കാര്യം നോക്കിയ അഷ്റഫുൽ ഖൽഖ് റസൂലുന ഇടയ്ക്കിടയ്ക്ക് അവർ സമരം ചെയ്യും. എന്താ സമരം എന്നറിയോ? അരി തരൂ, തുണി തരൂ, പണി തരൂ എന്ന് പറഞ്ഞിട്ട് റസൂലിൻ്റെ മുമ്പിൽ കൊടി കുത്തി സമരം ചെയ്യും. അവരെ സമരം ആവശ്യത്തിനാണ്, നമ്മുടെ നാട്ടിലുള്ള സമരം പോലെയല്ല. ഇവിടെ 12 സമരമൊക്കെ ഉണ്ട്, പലതിനും ചെയ്യില്ല, ഈ രാഷ്ട്രീയ നേട്ടത്തിനായിരിക്കാം. പക്ഷേ അവർ ചെയ്ത സമരം കാര്യത്തിനാണ്. എന്താ കാര്യം? ഒരു കരി വാങ്ങിയില്ല, 2 മാസമായി വീട്ടിൽ കരി വാങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഒരു സമരം ചെയ്ത്. അവർക്ക് 4 കൊല്ലം മുമ്പ് പെരുന്നാളിനെടുത്ത ഉടുപ്പാണ്, അത് തന്നെ അവിടെ ഇവിടെയൊക്കെ കീറിയുണ്ട്. അത് എന്നിട്ട് തുന്നി കൂട്ടിയതാണ് അവർ. ആ തുണിയാണ് ഈ പെരുന്നാളിലും അവർക്ക് ഇടാനുള്ളത്. പിന്നെ ഒരു സമരം ചെയ്യണ്ടേ റസൂലിനെതിരെ? അങ്ങനെ റസൂലിനെതിരെ സമരം ചെയ്ത് ഉമർ ബിൻ ഖത്താബ് വന്നു നോക്കുന്നേരോ ഇവരൊക്കെ സമരത്തിലാണ്. നല്ലോണം ദേഷ്യം പിടിച്ച്. ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ച ആരോടാണെന്നറിയോ? സ്വന്തം മോള് ഹഫ്സ ബീവിയോട്. ഇങ്ങും തുടങ്ങിയോ നമ്മളെ റസൂലിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലിനോട് സൂചിപ്പിക്കുകയും ചെയ്ത് ഒക്കത്തിനായിട്ട് ഒഴിവായിക്കാളി റസൂലേ, നിത്യങ്ങളൊക്കെ നിങ്ങളെ ഇടങ്ങേറാക്കുന്നുണ്ടെങ്കിലേ എല്ലാത്തിനും അങ്ങ് ഒഴിവായിക്കാളി.
നിങ്ങൾ ഹോട്ടലിൽ പോയി വെള്ളം നിറച്ച് തിന്ന് വന്നിട്ട് ഇവർക്കും കൊടുക്കുന്നില്ലെങ്കിൽ തരക്കേടില്ല. നിങ്ങളാദ്യം പട്ടിണിയാണല്ലോ, എന്നിട്ടല്ലേ അവർ പട്ടിണി എടുക്കേണ്ടി വരുന്നുള്ളൂ. എന്നിട്ടും ഒരു സമരം ചെയ്യാണോ? റസൂൽ ഒരു വേള ചിന്തിച്ചു, എല്ലാത്തിനും അങ്ങോട്ട് ഒഴിവാക്കിയാലോ. ആ സന്ദർഭത്തിൽ അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മുടെ റസൂൽ 9 എണ്ണത്തിന്റെ യോഗം പോരേല്. എന്നിട്ട് റസൂല് ചോദിക്കുകയാണ്, പറയാണ്, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ. ഏ സഹോദരിമാരെ, എൻ്റെ സ്ത്രീജനങ്ങളെ, എൻ്റെ പ്രേമഭാജനങ്ങളെ, നിങ്ങൾക്കൊക്കെ പൂതി ദുനിയാവാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ പൂതി ദുനിയാവിലെ അനുഗ്രഹങ്ങളും അവിടുത്തെ അലങ്കാരങ്ങളുമാണെങ്കിൽ, ഉസരിഹുകുന്ന, ഞാൻ നിങ്ങളെ സ്വതന്ത്രമായി തലാഖ് ചൊല്ലി വിട്ടേക്കാം. നിങ്ങൾ പച്ചപ്പ് തേടിപ്പോയിക്കോളൂ. വലിയ വലിയ പയ്യാപ്പിള്ളാരും നല്ല നല്ല പൈസക്കാരും വലിയ വലിയ ബംഗ്ലാവും വലിയ കപ്പൽ പോലത്തെ കാറും ഒക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കാം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. അള്ളാഹിൻ്റെ റസൂൽ സ്വന്തം പെണ്ണുങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് നമുക്ക് വരച്ച് കാണിക്കുന്നത്. ഇതിങ്ങനെ ആട്ട് കേട്ടപ്പോൾ, അല്ല എൻ്റെ പരം പട്ടിണിയും പരിവട്ടും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി, എന്നിട്ട് നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ അടുത്ത് വലിയ സ്ഥാനം വേണമെങ്കിലേ നിങ്ങൾ എൻ്റെ പരം നിന്നോളി, അല്ലേ നിങ്ങൾ പോയിക്കോളി. ഒക്കെ കരയാൻ തുടങ്ങി. സമരത്തിന് നേതൃത്വം വഹിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അവരാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞത്. റസൂലിനോട് പറഞ്ഞു, വേണ്ട റസൂലേ, ഞങ്ങൾക്കൊന്നും വേണ്ട റസൂലേ, ഞങ്ങൾ വിവരമില്ലാണ്ട് പറഞ്ഞതാണ് അള്ളാഹിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് വിട്ടെന്നിക്ക് റസൂലേ, ഞങ്ങളിവിടെ നിൽക്കാൻ തയ്യാറാണ്, ഞങ്ങൾ എങ്ങോട്ടും ഇല്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ കഴിയും മരണം വരെ എന്ന് കരഞ്ഞു പറഞ്ഞു. അവരവിടെ തന്നെ നിന്നു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതാപ്പ സമരം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതേ, നമുക്ക് തിരക്കാ. ആ തിരക്ക് എന്തുകൊണ്ടാ? ദുനിയാവധികൾ ഉണ്ടായിട്ടല്ലേ. സംഗതി ഏറ്റവും തിരക്ക് അള്ളാഹിൻ്റെ റസൂലിനാ. കുട്ടികളുടെ കാര്യം പ്രശ്നമല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2 പെൺകുട്ടികൾ തലാഖ് ചൊല്ലപ്പെട്ട് അവരുടെ മക്കളും പറയലാണ്. എന്തുമാത്രം പ്രയാസം ഉണ്ടാവും അള്ളാഹിൻ്റെ റസൂലിന്. അങ്ങനെ പ്രയാസപ്പെടുന്ന അഷ്റഫുൽ ഖൽഖ് റസൂൽ ഒരു ദിവസം രാവിലെ എണീച്ചാൽ എന്താ ചെയ്യുക? ബിലാലിന്റെ കുറേ ആളുകൾ വരും. ബിലാലിനെന്ത് കാണുന്ന തച്ചു ഉരുട്ടി ശരിയാക്കി കൊല്ലാനാക്കിയിട്ട് ICUലാക്കേണ്ട കോലത്തിലാണ്. റസൂലിന്റെ അടുത്താ വരിക. സുബിയ ബീവിന്റെ ആൾ വരും, ഇപ്പുറത്തുനിന്ന് മിസബിന്റെ ആൾ വരും, അപ്പുറത്തുനിന്ന് ഹുബൈബിന്റെ അടുത്തുനിന്ന് ആൾ വരും. എന്നിട്ട് വന്ന് പറയും, റസൂലെ ഇങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്താ ചെയ്യേണ്ടിയത്? അതൊക്കെ റസൂലിന്റെ അടുത്താണ് എത്തുക. ഒരുപാട് കുട്ടികളെ തലാഖിലുണ്ട് മുസ്ലിമായതിൻ്റെ പേരിൽ. റസൂലിൻ്റെ അടുത്ത് വന്ന് പറയുക, എൻ്റെ മോളെ തലാഖിലേക്ക് ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ റസൂലിൻ്റെ അടുത്താ വരിക. എൻ്റെ ഓൾ എന്നോട് ഇങ്ങനെ ചെയ്ത് അള്ളാഹിൻ്റെ റസൂലേ, അതും റസൂലിനോട് എന്താ പറയുക? എൻ്റെ മോൻ ഇന്ന പ്രശ്നമുണ്ട് അള്ളാഹിൻ്റെ റസൂലേ, അതും റസൂലിനോടാന്ന് പറയുക. അപ്പൊ മനസ്സിലായില്ലേ? റസൂലിന് ഉമ്മത്തിന്റെ മുഴുവൻ പ്രശ്നവും അള്ളാഹിന്റെ റസൂലിന്റെ തലിന്റെ മുകളിലാണ്. സ്വന്തം കുടുംബത്തിന്റെ പ്രശ്നവും അള്ളാഹിന്റെ റസൂലിനെ എഴുത്തി തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ റസൂൽ ഊണിനും ഉറക്കിനും സമയമില്ലാതെ 24 മണിക്കൂറും പ്രവർത്തന നിരതമായിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹമാണ് ദുനിയാവിനെ വിച്ഛേദിച്ചുകൊണ്ട് പള്ളിയിൽ ഇഴ്തികാഫിരുന്നത്. അവിടുന്ന് ഇതിനെ പുറത്തേക്ക് എടുക്കൂല. ഞാനെന്താ പറയാന്നറിയോ? ഭക്ഷണം എനിക്ക് ആർന്ന് കഴിച്ചാൽ പോലെ, എൻ്റെ പോലെ അടുത്തല്ലേ. പിന്നെ ഇപ്പോൾ ക്ലാസ്സൊക്കെ അല്ലേ, ക്ലാസ്സിന് എന്താ പോലെ, ഞാനല്ലേ ലോകം നന്നാക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സിന് പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, ക്ലാസ്സിന് പോവും. അതാ എൻ്റെ ഇഴ്തികാഫ് എഴുതിയെത്തൂല. അത് തന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുക, അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വേറെ ഇടം പോയി, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നു, ഉഷാദ് ഈ ഒന്ന് പിന്നെ വയനാട്ടിൽ പോയിട്ടാണോ അല്ലേ ഇഴ്തികാഫ് ഇരിക്കുക? പോലെ ഇരിക്കുന്നത് നടക്കൂല, അതുകൊണ്ടായിരിക്കുക. ഏതായിരുന്നാലും അള്ളാഹിൻ്റെ റസൂൽ അങ്ങോട്ടൊന്നും പോവില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒന്ന് മുടിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നബി ചെത്താക്കി നടക്കും മുടി. അപ്പം എന്ത് ചെയ്യുമെന്നറിയോ? ഒരു കിളിവാതിലുണ്ട് പള്ളിക്ക്, അതിൽ നിന്ന് തല അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പുരയിലെത്തി. അപ്പോൾ ആയിഷ ബീബി ഓടി വരും. എന്നിട്ട് എന്ത് ചെയ്യും? ചേർപ്പൊക്കെ എടുത്തുണ്ടോ എന്ന് നല്ലോണം ഒന്ന് വാർന്ന് വെച്ചു കൊടുക്കും. ഇനി റസൂല് പോയിക്കോളിട്ടോ, അത്രേ ഉള്ളൂ. ആടുന്ന് അങ്ങോട്ടൊരു ബന്ധവും ഇല്ല. ആ മുടി അറിഞ്ഞിക്കുന്ന ബന്ധമേ ഉള്ളൂ.
ആയിഷ ബീവിയായിട്ട്. എന്നിട്ട് വീണ്ടും റസൂൽ എവിടേക്ക് പോകും? പള്ളിയിൽ തന്നെ പോയി കുത്തിരിക്കും. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബനാ ലലംനാ അൻഫുസനാ. ശരിയെന്നല്ലേ? റസൂൽ ഒരു ലോഡ് തെറ്റിയിട്ടുണ്ടാവില്ലേ? അങ്ങനല്ലേ നമ്മളെ പറ്റി പറയലു? റസൂൽ ഒരു ദിവസം 100 തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് പറയുന്ന കൂട്ടരാണ് ഇക്കൂട്ടർ എന്നൊക്കെ വെറുതെ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഷളാക്കാൻ ഗ്രൂപ്പിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്തുക, ഇതല്ലേ ചെയ്യല്? നമ്മൾ റസൂല് ദുനിയാവിൽ എന്ത് തെറ്റാ ചെയ്ത്? എന്ത് അപാകതയാണ് അഷ്റഫുൽ ഖൽഖിന് റസൂലിന് വന്നിട്ടുള്ളത്? ഒന്നും വന്നില്ലല്ലോ. ഒന്നുകിൽ 70 പ്രാവശ്യം, അതാണ് ഹദീസിൽ, അല്ലെങ്കിൽ 100 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് റസൂലുന ഇസ്തിഗ്ഫാർ നടത്തും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അത് കൃത്യമാണ്. അതെന്തിനാ പറഞ്ഞ്? തെറ്റ് ചെയ്തുകൊണ്ട് പറയല്ല, ഒരുപാട് തെറ്റ് വന്നു പോയ ആളായതുകൊണ്ട് പറയല്ല, മറിച്ച് നമുക്ക് മാതൃക കാണിക്കുന്നതിന് വേണ്ടി പറയാം. നമ്മൾ ചിന്തിക്കണം അതിന് വേണ്ടിയിട്ട്. അല്ലാഹ് എൻ്റെ റസൂല് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എത്ര പറയണം? അത് വിചാരിച്ച് നമ്മൾ 1000 പ്രാവശ്യം പറയാനല്ല. നമ്മൾ റസൂലിൻ്റെ മുകളിലൊന്നും പോകേണ്ടിയില്ല. നമ്മൾ കയറി എന്നാൽ 100 അറിഞ്ഞാൽ യാർന്ന് അങ്ങോട്ട് പോകണ്ട. റസൂലിനെക്കാളും വലിയ ആളാവാനൊന്നും നമ്മൾ പോവേണ്ടിയില്ല. അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ റസൂൽ നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. അതിനു വേണ്ടിയാണ് അത്രയും അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ തെറ്റു വന്നിണ്ടാവും, അന്ന് റസൂലിനും തെറ്റു വന്നിണ്ടാവും. അതെ, അങ്ങനെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്ന നേരം അപ്പുറത്തുനിന്ന് ഒരു യഹൂദി ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു 3-4 മുസ്ലിങ്ങളും ഉണ്ട്. ഓലോടൊക്കെ ഇങ്ങനെ വർത്താൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്ത് യഹൂദി. ആ യഹൂദിനോട് ചിരിക്കാൻ മറന്നുപോയി. ആ യഹൂദിനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ യഹൂദി എന്നെ വിചാരിക്കുക, അല്ലാ എന്നോട് ചിരിച്ചില്ലല്ലോ, എന്നോട് എന്തോ വെറുപ്പുണ്ടോ, എന്താ കാര്യം? തെറ്റായി വിചാരിച്ചിരിക്കാം. അതിൻ്റെ പേരിൽ ചിലപ്പം ആ യഹൂദി റസൂലിനോട് അടുത്ത് വന്നിട്ടുണ്ടാവില്ല ചിലപ്പോ. അതിപ്പോ ഒരു തെറ്റാണോ? നമുക്കറിയാം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല. അതിനിശിതമായി 9 ആയത്തുകളിൽ ഒരു കണ്ണുപൊട്ടന്റെ അന്ധന്റെ അവകാശത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ സമയം നീക്കിവെച്ച, സ്ഥലം നീക്കിവെച്ച അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പൊ അതൊരു തെറ്റാണോ? അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ തിരുത്തും അള്ളാഹുവിന്റെ റസൂലിനെ. അതാണ് നമ്മളും റസൂലും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ അറിയാത്ത എത്ര നമ്മുടെ ഇടപാടിൽ, നമ്മുടെ സംസാരത്തിൽ അങ്ങനൊക്കെ വന്നിട്ടുണ്ടാവൂലേ? അതൊന്നും നമ്മൾ കണക്ക് തന്നെ കൂട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കള്ളത്തരം പറഞ്ഞതോ അല്ലെങ്കിൽ ചതിച്ചതോ പലിശ വാങ്ങിയതോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കണ്ടതോ കേട്ടതോ ഒക്കെ തോന്നിയാസങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ വരിക. ഇങ്ങനത്തെ ഒരു തെറ്റ് തന്നെ നമുക്ക് നമ്മളെ ചിന്തയിൽ വരുന്നില്ല. ഏതായിരുന്നാലും ശരി, അവസാനത്തെ 10 നമ്മൾ നമ്മളിലേക്ക് തിരിയണം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, അവസാനത്തെ 10 നമ്മൾ നമ്മളിലേക്ക് തിരിയേണ്ട സമയമാണ്. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. എങ്ങോട്ടാ തിരിഞ്ഞു നോക്കേണ്ടി? ഭൂതകാലത്തേക്ക്. അതെന്തിനാ? എന്നാലേ മുമ്പോട്ടുള്ള യാത്ര സുഗമമാവൂ. അതാ, കാറ് നമ്മൾ ഓടിക്കുമ്പോ നമ്മൾ സൈഡിലുള്ള ഗ്ലാസ്സിൽ വെക്കും. അതെന്തിനാ? ബേക്കൊക്കെ കാണാൻ. ബേക്ക് കണ്ടാലേ എന്താവൂ? മുമ്പോട്ടുള്ള യാത്ര ഉഷാറാവൂ. അവൻ ബേക്കോട്ട് ഇങ്ങനെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ 10 നമ്മൾ പള്ളിയിലിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ബേക്കോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തെ കൃത്യമായി വിലയിരുത്തുക, നോക്കുക, പഠിക്കുക, അവിടെ എന്തെല്ലാം പോരായ്മകൾ വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയും റബ്ബിനോട് പറയുകയും ചെയ്യുക. നിങ്ങളോട് ചോദിച്ചു ഏതാ സൂറത്ത് ഇഷ്ടം, ഏതാ ആയത്ത് ഇഷ്ടം? അങ്ങനെ ഇഷ്ടങ്ങളുള്ള ആയത്തുകളും സൂറത്തുകളും വേണം. ഒരു സഹാബി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇമാമുക്കുന്ന എല്ലാ വഖത്തിലും മഗ്രിബിനും ഏശക്കും സുബീക്കും ഒക്കെ വലിയ സൂറത്ത് ഓതും. അതിന്റെ അവസാനം ഖുൽഹുവല്ലാഹു ഓതും. അപ്പൊ ഇതൊരു പുതിയ ഏർപ്പാടായി, ബിദ്അത്തുൻ ഹസന അങ്ങനെയൊക്കെ അല്ലേ പറയല്. അപ്പോ ഒരു സഹാബി, എനിക്കൊന്ന് ഉമറായിക്കൊന്ന് വിചാരിക്കാം നമ്മള്, കാരണം അങ്ങനത്തെ ഇടപെട്ട് ഉമറാണല്ലോ, ഒരു ഇഞ്ചും വിട്ടുകൊടുക്കൂലല്ലോ. ചെവിക്കുന്നിക്ക് പിടിച്ച റസൂലിന് മുമ്പിൽ ഹാജറാക്കി. റസൂലെ പുതിയൊരു ഏർപ്പാട് തുടങ്ങി. അതെന്താ? ഒരു ഖുൽഹുവല്ലാഹു എല്ലാ റക്അത്തിലും ഫിറ്റ് ചെയ്യുക.
എല്ലാ സൂറത്ത് ഓതിയിട്ടും അവസാനം ഒരു കൊല്ലുവല്ലാവും. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താ മോനെ കാര്യം, ഇങ്ങനെ പുതിയൊരു പരിപാടി ഞാനും അങ്ങനെ ചെയ്യല്ലോ, ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നേ? റസൂലിനോടൊരൊറ്റ ഉത്തരേ ഉണ്ടായുള്ളൂ, എനിക്ക് ആ സൂറത്ത് ഭയങ്കര ഇഷ്ടമാണ് റസൂലേ. അപ്പൊ റസൂലിനൊരു മറുപടി ഉണ്ടായിട്ടുള്ളൂ, ആ ഇഷ്ടം തന്നെ സ്വർഗത്തിൽ എത്തിക്കട്ടെ പൊന്നും മോനെ. അപ്പൊ മനസ്സിലായില്ലേ? ചില സൂറത്തുകളോട് ഇഷ്ടം ഉണ്ടാവുക, ചില ആയത്തുകളോട് ഇഷ്ടം ഉണ്ടാവുക, അത് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗവും വഴിയുമാണ്. അങ്ങനെ ഉണ്ടാവാം നമുക്ക്. ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഗവേഷണത്തിലാണ്. ഇനിയിപ്പോ നമ്മളും ഓരോ റക്കായത്തിലും കൊല്ലുവല്ലാവ് ഫിറ്റ് ചെയ്താലോ? അങ്ങനെ ചർച്ച ചെയ്യാൻ പറഞ്ഞില്ല, അങ്ങനെ പിൻപറ്റുകയും വേണ്ട, അങ്ങനെ ഹദീസിന്റെ പിന്നാലെ പോവുകയും വേണ്ട. അതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ പൂതികളോ ആണ്. അത് ഹദീസായിട്ട് കാണുകയൊന്നും വേണ്ട. റസൂൽ അംഗീകരിച്ച് തന്നെയാ, റസൂൽ അഭിനന്ദിച്ച് തന്നെയാ, എന്നെ സ്വർഗത്തിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞു തന്നെയാ. അതിന് നമ്മളെല്ലാ റക്കായത്തിലും കൊല്ലുവല്ലാഹ് ഓതണം എന്ന് ആ ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത്, അങ്ങനെ അതിന് പറയാ. ഗവേഷണം കണ്ട് കാര്യങ്ങൾ കണ്ടെത്തണം എന്നൊന്നുമില്ല. അങ്ങനെ ചില തീവ്രവാദികളൊക്കെ നമ്മളെ നാട്ടിലുണ്ടാവും, വേണ്ടിയില്ല എന്ന് അറിയിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സൂറത്തുണ്ടോ, ചൊല്ലിക്കോളൂ, അതിന് വിരോധമൊന്നുമില്ല. പ്രത്യേകിച്ച് ജമാഅത്ത് നിൽക്കുന്നവർ വേണ്ട, നമുക്ക് സ്വന്തമായി ഇമാമ് നിൽക്കുന്ന സമയത്ത്, സ്വന്തമായി നിൽക്കുന്ന സമയത്ത്, സ്വന്തമായി നിസ്കരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സൂറത്തോ ആയത്തോ ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെല്ലുന്നത് കൊണ്ട് വിരോധമല്ല. ഞാൻ പറഞ്ഞു വരുന്നതേ, എന്നോട് പൊരുത്തൻ ചോദിച്ചു ഏതാ സൂറത്ത് ഏതാ ആയത്ത്, ഞാൻ ഇങ്ങനെ ഒരു ആയത്ത് ഓതും. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദിയ, എൻ്റെ പൊന്നും അടിമകളെ, അങ്ങനെ ഇതിൻ്റെ അർത്ഥം. എൻ്റെ സ്നേഹനിധികളായ അടിയാറുകളെ. ആരാ വിളിക്കുന്നേ? അല്ലാഹ്. ആരെയാ വിളിക്കുന്നേ? കള്ളുടിയനെ, പെണ്ണുപിടിയനെ. ഓന് പെരുങ്കുടിച്ച് റോഡുമേൽ കിടക്കുക, ഇങ്ങനെ ആടി പാട്ടും പാടി അങ്ങനെ നടക്കുക, തുണിയൊക്കെ കഴിച്ച് തലയൊക്കെ കെട്ടി, എന്നിട്ടങ്ങനെ എല്ലാം ചളിയൊക്കെ ആയി ഉരുണ്ട് വീണ്, എന്നിട്ടെന്തോ വേദോ ലോകത്താ. റസൂലുമെല്ലാം അവിടെ ചെന്ന് തോളിൽ കൈവച്ച് എന്നിട്ട് പറയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫു. അല്ല പറഞ്ഞു, എന്താ മോനെ എനിക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല റസൂലേ. എന്നാലേ എൻ്റെ പൊന്നും അടിയാറുകളെ എന്നെ വിളിച്ചിട്ടുണ്ട്. അല്ലദീന അസ്റഫു, ഇസ്റാഫ് കാണിച്ചവർ, അല അൻഫുസിഹിം, തങ്ങളോട് തന്നെ ഇസ്റാഫ് കാണിച്ചിട്ടുള്ള എൻ്റെ പൊന്നും അടിയാറുകളെ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ അതിരുവിട്ട, ഇസ്റാഫ് കാണിച്ച, ദൂർത്തടിച്ച എൻ്റെ പൊന്നും അടിയാറുകളെ. നിങ്ങൾക്ക് മനസ്സിലായോ? പാപ്പ തലാക്കിയില്ല. ഓൻ്റെ വർത്താനം എന്നോട് അറിയണ്ടേ? എന്താ കാര്യോ? പാപ്പ ഓനെ ഒഴിവാക്കിയ എൻ്റെ മോനല്ല. എനിക്ക് അങ്ങനത്തെ ഒരു മോനില്ലായിരുന്നെങ്കിൽ ബാപ്പയും ഇമ്മയും കുടുംബക്കാരും ഒക്കെ വിട്ട്, നാട്ടുകാർ പിന്നെ എന്നോ വിട്ട്, എല്ലാവരും വിട്ടാലും യാ ഇബാദിയ, എൻ്റെ പൊന്നും അടിമേ, അല്ല വിടുന്നില്ല. അല്ല വിടൂലാന്ന്. ആ കള്ളുടിയനെ അല്ല വിട്ടിയില്ല, ആ പെണ്ണ് പിടിയനെ അല്ല വിട്ടിയില്ല. അങ്ങനത്തെ കള്ളുടിയനായിരുന്നല്ലോ ഉൾമർ. അങ്ങനത്തെ കള്ളുടിയനല്ല അതിന് ഉൾമർ. രാവിലെ ഇറങ്ങി മക്കയില്, എന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു, കൊണ്ടുവരാ പൈസ, എൻ്റെ പൈസ, ഒറ്റ പൈസ 1000 റുപ്യ കൊണ്ടുപോവാ. അപ്പൊ പീഡിയക്കാരൻ പറഞ്ഞാൽ ഇപ്പൊ കട തുറന്നിട്ടേ, പൈസ വരണ്ടേ ഉമറ്, ഞാൻ കട തുറന്നിട്ടേ ഉള്ളൂ. അപ്പൊ അറിയുന്ന താമസം വെട്ടി. അതല്ല. എന്നിട്ട് എന്ത് ചെയ്ത്, അവന്റെ പെരുവിരൽ മുറിച്ച്, എന്നിട്ട് മാല കോർത്ത്, അതിന്മേൽ ഒരു 5-6 വിരലുണ്ട്, 6ാമത്തെ വിരലായിട്ട് ഒരു മാല കോർത്ത്, എന്നിട്ട് ആ മാല ഇട്ടിട്ടാ പിന്നെ അടുത്ത പീടിയെ പോകുന്നത്. അടുത്ത പീഡിയക്കാരനോട് ചോദിച്ച്, എടുക്കടാ 1000 റുപ്യ. ആ വിരലൊക്കെ കണ്ടപ്പോൾ അയാൾ ഓടി.
എന്നിട്ട് അപ്പുറത്തെ നിങ്ങൾ ഇവിടെ നിൽക്കിയ ഇപ്പം ഞാൻ വരാം. അപ്പുറത്തെ പീടിയെ പോയിട്ട് 1000 ഉറുപ്പ്യ വായ്പാങ്ങി ഉമറിനുണ്ടോ കൊടുത്ത്. അതാണ് ഉമർ. കാരണം മൂപ്പർക്ക് കള്ളുപിടിക്കാൻ പൈസ അല്ലേനു, അതിനായിട്ട് ചോദിച്ചാ പീടിയെന്ന്. ഇതാണ് ഉമർ. ആ ഉമറിനെ അള്ളാഹ് വിളിച്ചിരിക്കുന്നു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ അതിരുവിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ പൊന്നും അടിയാറുകളെ. അങ്ങനെ ഒരു വിളിയെ അള്ളാഹ്ക്കേ വിളിക്കാൻ കഴിയും. വേറെ ദുനിയാവിൽ അത്രയും സ്നേഹത്തിൻ്റെ ഒരു വിളി ഒരു വാപ്പയും ഒരു മകനെ, ഒരു ഉമ്മയും എൻ്റെ പൊന്നും മകളെ വിളിച്ചിട്ടില്ല. റഹ്മാനായ റബ്ബ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അള്ളനെ മനസ്സിലാക്കിയോ? നിങ്ങൾ എന്താ മിണ്ടാത്തെ? നമ്മൾ അള്ളനെ മനസ്സിലായില്ലേ? അള്ളനോട് സ്നേഹമല്ലേ? അള്ളക്ക് ഇത്രയും നമ്മളോട് ഇഷ്ടമല്ലേ? പിന്നെ അള്ളനോട് നമ്മൾ ഇഷ്ടപ്പെടാണ്ടിരിക്കണം. അള്ളനെ ഇഷ്ടപ്പെട്ടോളണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അള്ളനോടായിരിക്കണം. അതിൽ മാറ്റം വേണ്ട, അതിൽ സംശയം വേണ്ട. അതാ അസ്റഫു, ദൂർത്തടിച്ചവർ. ദൂർത്തടിക്കൽ ചോറിലും ചാറിലും ഒക്കെ ദൂർത്തടിക്കലുണ്ട്, വസ്ത്രത്തിൽ ദൂർത്തടിക്കലുണ്ട്, കല്യാണത്തിന് ദൂർത്തടിക്കലുണ്ട്, മറ്റു പല കാര്യങ്ങൾക്കും ദൂർത്തടിക്കലുണ്ട്. പക്ഷേ ഇവിടെ ഒരു ദൂർത്ത് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റ് ചെയ്യുന്നതിൽ ദൂർത്തടിക്കുക. അങ്ങനെ ഒരു വർത്താനം വേറൊരു വിഷയത്തിൽ വേറൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടിയില്ല. അള്ളാഹ് പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ. തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിരുവിട്ട് തെറ്റ് ചെയ്യുക, അത് ലക്കും ലഗാനും ഇല്ലാതെ തെറ്റ് ചെയ്യുക. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എണ്ണിയാലൊടുങ്ങാത്തത്ര അതിരുവിട്ട തരത്തിൽ തെറ്റ് ചെയ്യുക എന്നാണ് പടച്ചോൻ അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവൻ ഞാൻ സൃഷ്ടിച്ചവനാ, എൻ്റെ പൊന്നും അടിമയാണവൻ. അല അൻഫുസിഹിം, തങ്ങളോട് തന്നെ. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ആർക്കാ വിഷമം? അള്ളാഹ്ക്ക് എന്ത് വിഷമാണുള്ളത്? നമ്മക്കല്ലേ ഇതിൻ്റെ വിഷമം. ഒന്ന് ദുനിയാവിൽ വേഗം അസുഖമാവും, രണ്ടാമത് ആഖിറം നഷ്ടപ്പെടും. എന്തൊരു തെറ്റ് നമ്മൾ ചെയ്താലും അസൂയയാൻ വിചാരിക്കുക. അതോടുകൂടി നമുക്ക് ടെൻഷനായി, ഹോർമോണൊക്കെ വർദ്ധിച്ചു, അതുകൊണ്ട് നമ്മൾ ആയുസ്സം കുറഞ്ഞിട്ടി. വേറെന്ത്? നമ്മക്കല്ലേ അതിൻ്റെ വിഷമം. നമ്മൾ ദേഷ്യം പിടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? നമ്മളെ ശരീരത്തിൽ ഹോർമോൺ, രക്തോട്ടൊക്കെ സജീവമായി, ടെൻഷനൊക്കെ കൂടി, മനസ്സ് ഒക്കെ തകർന്ന്, ശരീരവും തകർന്ന്, ഒരു 2 വയസ്സ് കുറഞ്ഞിട്ടി. എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ആളാ. അതുകൊണ്ട് എന്തായി? ഒരു 2 വയസ്സ് കുറഞ്ഞിട്ടി. അല അൻഫുസിഹിം, തങ്ങൾക്കാണ് അതിൻ്റെ വിഷമം. നാളെ പരലോകത്തുനിന്നും വിഷമുണ്ടാവും, ദുനിയാവുന്നും വിഷമുണ്ടാവും. അങ്ങനെ തങ്ങളോട് തന്നെ തെറ്റു ചെയ്തവരെ. അപ്പൊ അള്ളനോട് പറയേണ്ടത് എങ്ങനെയാ പറയേണ്ടിയേ? അള്ളനോട് നമ്മൾ തെറ്റു പറയുന്നത് എങ്ങനെയാ പറയേണ്ടിയേ? അതിലുണ്ട് ആയത്തിൽ. എന്താ പറയേണ്ടിയേ? റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളോട് തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തു വൈതുപോയി പടച്ചോനെ. അങ്ങനെ പറയാവൂ. ഞാൻ ഇന്ന മുഹമ്മദ് തെറ്റ് ചെയ്തു പടച്ചോനെ, ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തു പടച്ചോനെ, ഞാൻ എൻ്റെ ഓളോട് തെറ്റ് ചെയ്തു പടച്ചോനെ, ഞാൻ എൻ്റെ മക്കളോട് തെറ്റ് ചെയ്തു പടച്ചോനെ. അതൊന്നും പറയണ്ട. എന്താ പറയണ്ടേ? റബ്ബനാ ലലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു പടച്ചോനെ. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടി എപ്പോഴും. എങ്ങനെ ആയിരിക്കണം? ഫഅതറഫു ബിദംബിഹിം, തെറ്റുകൾ ഏറ്റു പറയാ. ഈതിറാഫ്, തെറ്റുകൾ ഏറ്റു പറയാ. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന തെറ്റ് ചെയ്തിരിക്കും, എനിക്ക് തന്നെയാണ് അതിൻ്റെ വിഷമം, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്, ചെയ്തിട്ടുണ്ട്, ഉറപ്പ് തന്നെയാ. അത് ചെറുതായാലും വലുതായാലും റബ്ബിൻ്റെ മുമ്പിൽ എടുത്തെറിയുക. നട്ടപ്പാതിരക്ക് 2 മണിക്ക് എഴുന്നേറ്റുത്തിരുന്ന് ഒതെടുത്ത് വന്ന് കുത്തിയിരുന്ന് അങ്ങനെ സ്വന്തം വായിൽ ഓളും മക്കളും ഒക്കെ കിടന്നുറങ്ങുക. ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാളും കൂടിയുണ്ട്, അല്ലാഹു അല്ലേ. അവനോട് ഇങ്ങനെ പറയുക. അതിഷ്ടം പോലെ നമുക്കറിയാണ്ട്, ഇഷ്ടം പോലെ നമുക്കറിയാണ്ട്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഒരു മനുഷ്യനോടും പറയരുത്. ഞാൻ ചെയ്തു പോയ തെറ്റ് ഒരു മനുഷ്യനോടും പറയരുത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഒരാളോട് പറയാതിരിക്കരുത്. അല്ലേ? എൻ്റെ ഓളോട് ഞാൻ പോയി പറയാം, ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പം വേറൊരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായോളെ, എന്നിട്ടിപ്പോൾ ഞാൻ ഓളും ഒക്കെ ആയിട്ട് ലൂക്കിയായി. ഒന്നും പറയാൻ പോകരുത്. ഓളുമായിട്ട് പിന്നെ പിത്തനായിക്കോ, പിന്നെ തലാക്കൊക്കെ സംഭവിക്കും. മിണ്ടി പോകരുത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും, ആണും പറയണ്ട പെണ്ണും പറയണ്ട.
എന്നാൽ അള്ളനോട് പറയാണ്ട് കേമാണ്. അതാണ് ലോകത്തൊരു മനുഷ്യനോടും പറയരുത് എന്നാ, തെറ്റ് മൂടി വെക്കണം, നമ്മളായിട്ട് പറയാൻ നിൽക്കരുത് എന്നാണ് റബ്ബ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 കാര്യമായി. എന്ത്? അള്ളനോട് ഏറ്റു പറയാ. രണ്ടാമത്തത് മറ്റാരോടും പറയാണ്ടിരിക്കുക. മൂന്നാമത്തത് ഞാൻ എന്നോട് തന്നെയാണ് തെറ്റ് ചെയ്തത് പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി പറയുക. അതിനാണ് എന്ത് പറയുക? തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരാരും മിണ്ടുന്നില്ല. അത് ഞാൻ സംഭവിക്കില്ല. വേം മിണ്ടി. തൗബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മടക്കം. അടിപൊളി അബ്ബാസ്ക. മടക്കം, പശ്ചാത്താപം എന്നാണ് നമ്മൾ പറയാ. പോരാ, എന്താ അർത്ഥം? മടക്കം. എന്താ മടക്കം? തെറ്റിൽ നിന്ന് മടങ്ങി വരികയാണ്. ഇനി ഞാൻ സുപ്രോളം വട്ടത്തിൽ കണ്ടാലോ ആ തെറ്റിലേക്ക് ഞാൻ പോകില്ല പടച്ചോനെ, ഞാൻ കൊള്ളി മുറിച്ചിട്ടിരിക്കുന്നു, ഇനി ഞാൻ ചെയ്യൂല. പുക വലിക്കുന്ന ആളായിരുന്നു, സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു, പിന്നെ യൂട്യൂബ് കയറിയിട്ട് എന്തോ കാണുന്ന ആളായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വൈകല്യങ്ങളാണ്. എന്താ വൈകല്യം നമ്മൾ ഓരോരുത്തരും കണ്ടിടിക്കുക. ഓരോരുത്തർക്കും ഉണ്ടാവും. എനിക്കുണ്ടാവാം. എനിക്ക് കണ്ണുകൊണ്ടായിരിക്കും, ചിലവർക്ക് ചെവി കൊണ്ടായിരിക്കും, ചിലവർക്ക് മനസ്സുകൊണ്ടായിരിക്കും, ചിലവർ വേറെ എന്തെങ്കിലും അവയവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഡിഫക്റ്റ് ഉണ്ടാവുക. അതെന്താണ് നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കണം. അപ്പൊ താപ മടങ്ങുകയാണ്. അപ്പൊ എന്തിൽ നിന്നാ മടങ്ങിയത്? പറയ്. തെറ്റിൽ നിന്നാണ് നമ്മൾ മടങ്ങി വന്നിട്ടുള്ളത്. പിന്നെ ഒരു മടക്കവും കൂടിയുണ്ട്. അതെന്താ? പറയാം. അള്ളാഹുവിൽ നിന്ന് നമ്മൾ കുറെ ദൂരെ പോയില്ലേ? അള്ളാഹുവിൽ നിന്നല്ലേ നമ്മൾ അകന്നുപോയത്. ഇനി നമ്മൾ എങ്ങോട്ടാ മടങ്ങണ്ടേ? പറയ്. അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. തൂബു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടങ്ങണം. അതാ. അപ്പൊ 2 മടക്കായി. പറഞ്ഞൂടി 2 മടക്കം ഏതാ? പറയ്. വേഗം പറയൂ. ഒന്ന് തെറ്റിൽ നിന്ന് മടങ്ങി വരിക. രണ്ടാമത്തെ മടക്കം അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങി ചെല്ലുക. അപ്പൊ പഠിച്ചോൻ എന്തായിരിക്കും? പെരുത്തിഷ്ടായിരിക്കും. 100 ആളെ കൊന്നവരെ പോലും ഇഷ്ടമായിരിക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 100 ആളെ കൊന്നവനെ പോലും ഇഷ്ടമായിരിക്കും. അതെന്തിനാ പറഞ്ഞ്? 100 ആളെ കൊന്നാ പോലും പഠിച്ചമ്പുരാൻ പുറത്തിരും. എന്നാ പിന്നെ 1-2 എനിക്കും കൊല്ലാലോ. അങ്ങനെ ചിന്തിക്കാനാണോ? അല്ല, അങ്ങനെ ചിന്തിക്കാനല്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. അതാ ഇന്നൊരൊറ്റൊക്കെ വ്യഭിചാരമൊക്കെ ചെയ്ത മായിസ് റളിയല്ലാഹു അൻഹുവിന് പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കും പറഞ്ഞൂടി ഇതൊക്കെ ചെയ്യാലോ. അത് ചിന്തിക്കാനാണോ? അല്ല, മറിച്ച് അത്രയും വിശാലമായി പൊറുക്കുന്നവനാണ് പടച്ചതമ്പുരാൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ്. അപ്പോ അങ്ങനെയാണ് മടങ്ങി വരേണ്ടത്. അള്ളാഹിനെ പറ്റിയുള്ള വിശേഷണം എന്താ പറയും? ഗഫൂറുർ റഹീം. ഒന്നുകൂടി പറയും. ഗഫൂറുർ റഹീം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും? ഒരു 100 പ്രാവശ്യമൊക്കെ പടച്ചം പറഞ്ഞിട്ടുണ്ടാവൂലേ? അല്ലേ? അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി നോക്കിയാലോ? അല്ലേ? ഗഫൂർ അർത്ഥം എന്താണ്? പൊറുക്കുന്നവനാണ്. റഹീം കാരുണ്യവാനാണ്. എനിക്ക് മനസ്സിലായി. പരമകാരുണ്യകനുമാണ്. എനിക്ക് മനസ്സിലായില്ല. അത് തമ്മിലുള്ള ബന്ധം എന്താ? അതേ, ഇതിപ്പോൾ റമദാൻ 27 അല്ലേ? നിങ്ങൾ ഒരാളിൻ്റെ അടുത്ത് വന്നു, അല്ല മോനു എൻ്റെ ഏട്ടനുമായിട്ട് ഇങ്ങനെ തെറ്റിക്കുകയാണല്ലോ. ഇന്നലെ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ പിന്നെ തുറക്ക് പോയപ്പോൾ ആട് പറഞ്ഞ ഒറ്റ പറയാം, നിങ്ങളൊരു അടുത്ത കൂട്ടുകാരനില്ലേ, ഓൻ്റെ അഞ്ജനയായിട്ടോ കൊല്ലങ്ങളായി മിണ്ടാണ്ടൊക്കെ നിങ്ങൾക്കെന്തോ അറിയോ? ഞാൻ ഇന്നലെ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പം നിങ്ങളിൽ ഒരാൾ, അപ്പം ഞാൻ ഓൻ്റെ അടുത്ത് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിൽ ഒരാളിൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് അറിഞ്ഞ് അഞ്ജനയായിട്ട് തെറ്റിക്കുന്ന എത്ര കാലമായി, അയൽവാസിയായിട്ട് തെറ്റിക്കുന്ന എത്ര കാലമായി, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല, എപ്പോഴാണ് മരിച്ചു പോകാമെന്ന് അറിയാൻ പറ്റൂല, കട്ടിൽമേൽ ഇങ്ങനെ കൊണ്ടുപോവുക, ഏതെട്ടില് മയ്യത്തെട്ടില് ഞാൻ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അന്നേരം ഭയങ്കര വർത്താനാ. കഴിഞ്ഞ പിന്നെ ആഴ്ച പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെന്തൊക്കെ പറയല്, എനിക്കൊന്ന് കാണണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. വെറും വർത്താൻ പറയുക, കള്ളത്തരോ. അങ്ങനെ വിചാരിച്ചിനോന്ന് എന്നോ പോകുമല്ലോ. ഇതൊക്കെ ആളുകളെ സോപ്പടിക്കാനും അള്ളാഹിനെ സോപ്പടിക്കാനും പറയുന്ന വർത്താനം മാത്രമാണ്. അങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല. എന്തെങ്കിലും എന്നോ പോവുകയായിരുന്നു. ഞാൻ ഓളോട് തെറ്റിപ്പോയിരുന്നു, ആത്തൂനോട് ഞാൻ ഉണ്ടായിട്ട് കുറേ കാലമായി പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ വിചാരമൊന്നും വേണ്ട, അതൊക്കെ പോയച്ചാൽ വിചാരിച്ച് കുത്തിരിക്കാനല്ല പറഞ്ഞത്. പിന്നെയോ വിചാരം നടപ്പാക്കാനാണ് പറഞ്ഞത്. വിചാരണയെ ഓർത്തുകൊണ്ട് വിചാരങ്ങൾ നടപ്പാക്കണം എന്നാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞ്
തെറ്റിക്കുകയാണ് അല്ലേ? അതെ. അപ്പം നിങ്ങളെല്ലാവരും കൂം വിളിച്ച്, അപ്പം ഞാൻ അയൽവാസിൻ്റെ അടുത്ത് ചെന്ന് ഓനോട് മനമില്ല മനസ്സോടെ പറയേ അസ്സലാമു അലൈക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നോക്കിക്ക്, ഓൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാലേ ഞാൻ പറയും. ഓൻ ആദ്യം പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ, അവൻ വലിയ ഫിറാവനാ, വലിയ ഓജ ഇവിടുത്തെ. ഓൻ ആദ്യം പറയട്ടെ. ഞാനാണോ ആദ്യം പറഞ്ഞത്? ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ. ഓൻ വലുതാകുക. പിന്നെ വെറുതെ വലുതാവണ്ട, നമ്മളാരും വലിയൊരു അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോയി പറയുക മനസ്സറിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും. അപ്പം നിങ്ങളൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ സലാമൊക്കെ പറഞ്ഞ്, എന്നിട്ട് പിരിഞ്ഞ് നമുക്ക് കാണട്ടോ എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ടോ എൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കറ പിന്നെയും ബാക്കി. എന്നാലും ഓനോട് അങ്ങനെ ഓൻ ചെയ്താലേ എനിക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയൂല. എനിക്ക് ഒരിക്കലും പൊറുക്കാൻ, അത്രയും മാരകം ചെയ്ത്. അതുകൊണ്ട് അത് മാത്രയ്ക്ക് പൊറുക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാനൊരു കല്യാണത്തിന് വിളിച്ചില്ല. അപ്പൊ മനസ്സിലായില്ലേ? റഹീം, പണ്ടവൻ അങ്ങനെ എന്നോട് ചെയ്തവനാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾക്ക് കാരുണ്യം കാണിക്കാത്ത, നമ്മളോട് സ്നേഹം കാണിക്കാത്തയാളല്ല റഹ്മാനായ റബ്ബ്. അവൻ പണ്ടങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ചിന്തയും പറയേ റഹ്മാനായ റബ്ബ് ഉണ്ടാവില്ല. നമ്മക്ക് അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവാം, റബ്ബിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പിന്നൊരു കറയുടെ ഒരു അംശം പോലും എവിടെയും ബാക്കിയില്ലാതെ ഏറെ പരമകാരുണ്യകനായി നമ്മളോട് പെരുമാറുന്ന ആളാണ് ആര്? ഗഫൂറുർ റഹീം. അർത്ഥം മനസ്സിലായി ഞാൻ വിചാരിക്കുക. അത് രണ്ടിനെയും കൂട്ടി വെച്ച് വെറുതെ ഒന്നല്ല. അപ്പൊ നമ്മളും എന്താവണം? പിന്നെ കറ ബാക്കി ഉണ്ടാവരുത്. മനസ്സ് സ്ഫടികം പോലെ, കൽബ് സ്ഫടികം പോലെയായി മാറണം. പിന്നെ ഒരു കളങ്കവും ഒരു കറയും മനസ്സിൽ ബാക്കിയില്ലാത്ത കോലത്തിൽ എല്ലാവരുമായിട്ട് ആത്മാർത്ഥമായ ബന്ധമായിരിക്കണം. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങണം. യാ അയ്യുഹല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ലോകത്തെ ഏറ്റവും വലിയ ആശയം എന്തെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞോളി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുതേ. അറേബ്യയിലൊക്കെ, അറബ് ലോകത്തൊക്കെ ജോലി ചെയ്തപ്പോൾ അവിടെയുള്ള കാറിൻ്റെ മുകളിൽ പലപ്പോഴും എഴുതി ഒട്ടിക്കുന്ന ഒരു കഷ്ണമാണ് ഇത്. പറയും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുതേ. അള്ളാഹു എന്നെ ശ്രദ്ധിക്കൂല, അള്ളാഹു ഒന്നും എനിക്ക് ഉറത്തി തരൂല, അള്ളാഹു എൻ്റെ കാര്യം ഇനി നോക്കൂല, ഞാനിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടൂല. ഇനി ഞാൻ ഒരിക്കലും ഈ പരമദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ഇനി ഞാൻ ഒരിക്കലും ഈ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇനി ഒരിക്കലും എൻ്റെ കച്ചവടം ഗുരുത്തം പിടിക്കൂല. മനസ്സിലായോ പറഞ്ഞത്? അതാരുടെ വർത്താനാ? അവിശ്വാസിയുടെ വർത്താനാണ്. വിശ്വാസിന്റെ വർത്താനം അങ്ങനെയാണോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഒരിക്കൽ പോലും നിരാശ വരരുത്. അത് വെന്റിലേറ്ററിൽ കിടന്നാലും ശരി, MRI സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ശരി, ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങളെ അതിന്റെ മുകളിൽ പച്ച പുതപ്പിച്ചുകൊണ്ട് കിടത്തിയ സന്ദർഭത്തിലാണെങ്കിലും ശരി, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അർത്ഥം പറയും, കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവരുതേ. ഭയങ്കര വർത്താന. ഞാനിനി വിശദീകരിക്കുന്നില്ല, ആയത്തിന് അതിന് 4 ദിവസം വിശദീകരിക്കാൻ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തീർച്ചയായും റഹ്മാനായ റബ്ബ് സകലமான തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നേരത്തെ പറഞ്ഞു നമ്മൾ ആ പദം അല്ലേ? തീർച്ചയായും അവൻ പൊറുക്കുന്നവനാണ്, ഏറെ പരമകാരുണ്യകനുമാണ്. പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പരമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നിബന്ധനയില്ലാതെ നമ്മളെന്താ അറിയാ, ഓനിങ്ങോട്ട് മിണ്ടട്ടെ എന്നാ ഞാൻ അങ്ങോട്ട് മിണ്ട. മനസ്സിലായില്ലേ? ഓനിക്ക് ആദ്യം തരട്ടെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്ക. ഈ നിബന്ധനയാണ് നമുക്ക് മൊത്തമുള്ളത്. അപ്പൊ പരമം എന്ന് പറഞ്ഞ അർത്ഥം പറയും. ഇതത് മിണ്ടാത്ത്. പരമം എന്ന് പറഞ്ഞ അർത്ഥം നിബന്ധനകളില്ലാതെ, ഖൈദുകളില്ലാതെ, ഷർത്ത് വെക്കാതെ കൃത്യമായി കാരുണ്യം കാണിക്കുന്നവൻ. അതാ, അങ്ങനെയാവണം നമ്മളും എന്നാണ് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ആയത്തിനെ ഇഷ്ടപ്പെടുകയും ആ ആയത്തിനെ നടപ്പിലാക്കുകയും ലോകത്തൊരു മനുഷ്യനോട് എനിക്കൊരു വിഷമവുമില്ല. ഒന്നും പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെ ലോകത്ത് വിശാലമായിട്ട് അസീസെ
ലോകത്ത് ഒരു മനുഷ്യനോടും പറയ് ഒരു വിഷമവും എനിക്കില്ല, ഒരാളോടും ഒരു കറയും എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നില്ല. മൊത്തം കഴുകി വെടിപ്പാക്കുക, സുന്ദരമാവട്ടെ നമ്മുടെ ഹൃദയം. റഹ്മാനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.